ചില സമയത്ത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരും. അത് ആങ്സൈറ്റി ആണോ അതോ നമ്മുടെ ഗട്ട് ഇൻസ്റ്റിങ് നമ്മളോട് എന്തോ ഒരു മെസ്സേജ് തരുവാണോ എന്ന്. എല്ലാ ആങ്സൈറ്റിയും ഫേക്ക് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ദാറ്റ് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോ ഒരു മെസ്സേജ് അയച്ചു. അവരയച്ച റിപ്ലൈക്കകത്ത് അല്ലെങ്കിൽ അവരയച്ച രീതി, ആ മെസ്സേജിൻ്റെ രീതി നമ്മൾ നോക്കുമ്പം എന്തോ ഒരു എനർജി കുറവോ അല്ലെങ്കിൽ എന്തോ ഒരു ഓഫ്നെസ് തോന്നി. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുകയോ ഞാൻ ചുമ്മാ ഓവർ തിങ്ക് ചെയ്യുക, അവരുടെ സമയം കളയുക, കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറേ പറയുമായിരിക്കും. പക്ഷെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ശരിയായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ ആലോചിച്ചത് പോലെ വരുമായിരിക്കാം. അപ്പോൾ നമ്മൾ ഓർക്കും, അപ്പോൾ അത് ഓർത്തിങ് അല്ലായിരുന്നു, ഞാൻ അസ്യൂം ചെയ്ത കാര്യം, ഞാൻ പ്രഡിക്റ്റ് ചെയ്ത കാര്യം പോലെ തന്നെ ആയി. അപ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത് ആങ്സൈറ്റി ആണോ ഓവർ തിങ്കിങ് ആണോ അതോ നമ്മുടെ ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഗട്ട് ഇൻസ്റ്റിങ് നമുക്ക് എന്തോ മെസ്സേജ് തരുവാണെന്ന്. സിമ്പിൾ. ജനറലി ആങ്സൈറ്റി ആണെങ്കിൽ അതൊരു തോട്ടിൽ നിൽക്കത്തില്ല. ആ തോട്ടിൽ നിന്ന് അടുത്ത തോട്ട്, അതിൽ നിന്ന് അടുത്ത തോട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. പാസ്റ്റിനെ പറ്റി ആലോചിക്കും, ഫ്യൂച്ചറിനെ പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യം നമ്മൾ ആലോചിക്കുന്ന സ്പൈറൽ ചെയ്ത് പോകും. ഇതാണ് ജനറലി ആങ്സൈറ്റിൻ്റെ ഓവർ തിങ്കിങ്. വേറെ നമ്മൾ ഈ ഗട്ട് ഇൻസ്റ്റിങ്ങിലെ ഇൻറ്റ്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ അത് ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ ആ മെസ്സേജിൽ നിന്ന് മാത്രം നമ്മൾ എടുക്കുന്ന ഇൻഫർമേഷൻ, അതിനെപ്പറ്റി മാത്രം നമ്മൾ ഫോക്കസ് ഇരിക്കുന്നതായിരിക്കും നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് പറയുന്നത്. അപ്പോൾ ജനറലി അവിടെ നമ്മൾ ചാടി പോകത്തില്ല. ആ മെസ്സേജിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ച് അനലൈസ് ചെയ്യാൻ നോക്കത്തുള്ളൂ ജനറലി. സോ ഇങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ആങ്സൈറ്റിയും ഓവർ തിങ്കിങ് ആണോ അതോ നമ്മുടെ നാച്ചുറൽ ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ് ആണോ എന്ന്. ഇറ്റ്സ് എ യൂസ്ഫുൾ ടൂൾ.